ഡോക്ടർ അരുൺകുമാർ, ഇപ്പം ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചത് പത്തനംതിട്ട മുതൽ കണ്ണൂർ വരെയുള്ള സാഹചര്യമാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നോക്കൂ, റാന്നിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് റാന്നി ടൗണിന്റെ ആകാശ ദൃശ്യങ്ങളിൽ നടക്കം വ്യക്തമായത് വെള്ളം കയറാത്ത ഒരു മേഖലയും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റാന്നിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കുറവുണ്ട്. പക്ഷേ റാന്നിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ആറന്മുളയിൽ വലിയ അലാമിംഗ് ആയ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ NDRFിന്റെയൊക്കെ മുഴുവൻ സംഘങ്ങളും റാന്നിയിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആറന്മുളയിലേക്ക് 2 സംഘത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അഡ്വക്കേറ്റ് അബിൻ വർക്കി നമ്മളോട് ഈ ആറന്മുള MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ആറന്മുളയിൽ ഇന്ന് രാത്രി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. റാന്നിയിൽ ഇനിയും രാത്രി മഴ തുടരുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് കൂടി നാളെ രാവിലത്തേക്ക് ആറന്മുളയിലും റാന്നിയിലും അടക്കം പ്രതിഫലിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് ഇന്ന് കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയിരിക്കുന്ന മഴ ഇതുവരെയും തോർന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരേ സമയത്ത് ഇപ്പോൾ കണ്ണൂരിൽ തന്നെ ഇന്ന് 300 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 300 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളടക്കമുണ്ട്. ഇത് വീണ്ടും വീണ്ടും ആ പെയ്ത പ്രദേശത്ത് തന്നെ പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഇങ്ങനെ ഈ വെള്ളമിറങ്ങി കുതിർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമല്ലോ, ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു ഭൂമി നിലവിൽ ഈ ഒരൊറ്റ മഴയിലേക്ക് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വീണ്ടും ഇന്ന് രാത്രി കൂടി തകർത്ത മഴ പെയ്യുകയാണെങ്കിൽ നാളെ രാവിലത്തേക്ക് കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ അപകടകരമായ ഇടങ്ങളിൽ, നേരത്തെ അഡ്വക്കേറ്റ് അബിൻ വർക്കി പറഞ്ഞപ്പോഴും പറഞ്ഞു, മഴ ഇന്ന് കുറയുമെന്ന് വിശ്വസിച്ച് 2ാം നില ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച് അവിടെ തുടരുന്ന മനുഷ്യരുണ്ട്. അവരോട് മാറിപ്പോകാനുള്ള അധികൃതരുടെ നിർദ്ദേശം, വരൂ നമ്മുടെ ഒപ്പം വഞ്ചിയിൽ കയറൂ, നമുക്ക് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവിടെ തുടരുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയല്ല, ഈ രാത്രിയൊക്കെ വലിയ പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത്, ഒരേ സമയത്ത് നിരവധി ആളുകൾ സഹായം അഭ്യർത്ഥിക്കും. അപ്പോൾ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ 2018 അത് കണ്ടു, 2019 അത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് പരമാവധി അധികൃതരുടെ നിർദ്ദേശം പാലിക്കണം. ഇനി അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു ദിവസമല്ലേ ബന്ധുക്കളുടെ വീട്ടിലേക്കോ ഏറ്റവും അടുത്ത ആളുകളുടെ വീട്ടിലേക്കോ ഒന്ന് മാറി താമസിക്കുക. ഈ മൺതിട്ടയുടെ ഒക്കെ താഴെ താമസിക്കുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. 1 മീറ്റർ 2 മീറ്ററിന് അപ്പുറത്തേക്ക് ഉയർച്ചയുള്ള മൺതിട്ടയുടെ താഴെ താമസിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ അപകടകരം തന്നെയാണ് നിലവിൽ. അതുകൊണ്ട് ഇതുവരെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു കോൺഫിഡൻസ് മാറ്റിവെച്ച് അധികൃതർ പറയുന്നത് കേൾക്കണം. Meet the editors.